1 മണിക്കൂർ കൊണ്ട് സീലിംഗ് ഫാനിന്റെ മുകളിൽ വെള്ളം എത്തിയതാണ്. 1 മണിക്കൂർ കൊണ്ട് ഏതാണ്ട് 10 അടിയോളം ആ മുറിയിൽ വെള്ളം കയറി. അത് അത്ര പെട്ടെന്നാണ് വെള്ളപ്പൊക്കം വന്നത്. അതുപോലെയുള്ള മഴ ഒരു 8-9 മണിക്കൂറൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഥിതിവിശേഷം സംഭവിക്കാം. കോതമംഗലത്ത് ഏതാണ്ട് 40 അടി ഉയരത്തിൽ വെള്ളം വരും. എറണാകുളത്ത് ഏതാണ്ട് 15 അടി ഉയരത്തിൽ വെള്ളം വരും എന്നൊക്കെയാണ് ആ രേഖകളിൽ കാണുന്നത്. അതായത് 35 ലക്ഷം ആളുകൾ മരിക്കുമെന്നാണ് അതിലൊരു പഠനത്തിൽ പറയുന്നത്, ഡാം ബ്രേക്ക് അനാലിസിസ് പറയുന്നത്. ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായാൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ ആളുകൾ വലയുകയേ ചെയ്യുള്ളൂ. അപ്പോൾ പോകേണ്ട സ്ഥലം ഏതാണ് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കി ഐഡന്റിഫൈ ചെയ്ത ആളുകൾക്ക് അതിനെക്കുറിച്ച് അവബോധം ഉണ്ടാക്കിയാൽ തീർച്ചയായും ആയിരക്കണക്കിന് അല്ലെങ്കിൽ ഒരുപക്ഷെ 10,000-കണക്കിന് ജീവൻ നമുക്ക് രക്ഷിക്കാനാകും. നമുക്ക് ഈ വെള്ളം വേണം, നമുക്ക് തമിഴ്നാട് കൊടുക്കാൻ സാധ്യമല്ല. കാരണം നമ്മുടെ വിദ്യുത് ശക്തി അത്രയും പരിതാപകരമായ നിലയിലാണ് വിദ്യുത് ശക്തി ഉൽപാദനം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ എന്തുകൊണ്ടാണ് കേരളം നിരന്തരം കോടതിയിൽ തോൽക്കുന്നത്, കേരളത്തിന് എവിടെയാണ് പിഴച്ചത് എന്നീ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തതാണ്. 15ലേറെ വർഷങ്ങളായി മുല്ലപ്പെരിയാർ വിഷയത്തിൽ പഠനങ്ങളും സജീവമായ ഇടപെടലുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന കേരള മലിനീകരണ നിയന്ത്രണ ബോർഡിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്ന ശ്രീ ജോയ് എബ്രഹാമാണ്. ഒപ്പമുള്ളത് മലിനീകരണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഒരു പേറ്റൻറ്റും ഇദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു. ശ്രീ ജോയ് എബ്രഹാം, എല്ലാ കാലവർഷത്തിലും എന്ന വണ്ണം ഇക്കുറിയും മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ആശങ്കകളും വിവാദങ്ങളും തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. ഡാമിൻ്റെ ശക്തിക്ക് യാതൊരു കോട്ടവും ഇല്ല എന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോഴാണ് കേരളത്തിന് മുകളിലേക്ക് വീണേക്കാവുന്ന ജലബോംബാണ് മുല്ലപ്പെരിയാർ എന്ന് ചിലർ പറയുന്നത്. 15ലേറെ വർഷങ്ങളായി മുല്ലപ്പെരിയാർ വിഷയങ്ങളിൽ പഠനങ്ങളും സജീവമായ ഇടപെടലുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും 2 സാഹചര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഈ മുല്ലപ്പെരിയാർ ഡാമിലേക്ക് ഒഴുകുന്ന പീക്ക് ഫ്ലോ, അതായത് പരമാവധി വെള്ളപ്പൊക്ക സമയത്ത് വരുന്ന വെള്ളമെന്ന് പറയുന്നത് 2.2 ലക്ഷം ക്യൂസെക്സ് ആണ്. അതേസമയം സ്പിൽവേ തുറന്നു വിട്ടാൽ പുറത്തു പോകുന്നത് 1.1 ലക്ഷം ക്യൂസെക്സ് ആണ്. അതായത് ഏതാണ്ട് 1 ലക്ഷം ക്യൂസെക്സ് വെള്ളം ജലനിരപ്പ് ഉയർത്തിക്കൊണ്ടേയിരിക്കും. ഷട്ടറുകൾ മുഴുവൻ തുറന്നാലും ഇത്രയും വെള്ളം വന്നുകൊണ്ടിരുന്നാൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കും. ആ അവസ്ഥ, അതായത് ജലനിരപ്പ് ഒരു 142 അടി ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ സംജാതമായാൽ, 142 അടിയിലിരിക്കുന്നു, ഷട്ടറുകളെല്ലാം തുറന്നു വെച്ചിരിക്കുന്നു, ആ സമയത്ത് ഈ പറഞ്ഞ 2.2 ക്യൂസെക്സ് ലക്ഷം ക്യൂസെക്സ് ഇൻഫ്ലോ ഒരു 9, 10, 12 മണിക്കൂർ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നാൽ ഈ ജലനിരപ്പ് ഉയർന്നു പൊങ്ങി ഡാമിൻ്റെ മുകളിലെത്തും. അപ്പോൾ ഡാം ഓവർഫ്ലോ ചെയ്യും. അങ്ങനെ ഓവർഫ്ലോ ചെയ്താണ് മിക്കവാറും ഡാമുകൾ തകർന്നിട്ടുള്ളത്. ഓവർഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളശക്തിയായി താഴെ ഫൗണ്ടേഷനിലൊക്കെ ഇടിച്ച് ഇളക്കം തട്ടി ഇത് മറിഞ്ഞു വീഴാനുള്ള സാധ്യത. അങ്ങനെയാണ് പല ഡാമുകളും തകർന്നിട്ടുള്ളത്. അപ്പോൾ ഓവർഫ്ലോ വന്നാൽ വലിയ സാധ്യതയുണ്ട് ഡാം തകരാനായിട്ട്. അതിന് സ്പിൽവേ മുഴുവൻ തുറന്നാലും ജലനിരപ്പ് വീണ്ടും ഉയർന്നുകൊണ്ടിരുന്നാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് അതിഭയങ്കര മഴ മണിക്കൂറുകളോളം പെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഈ അടുത്ത കാലത്ത് ഈരാറ്റുപേട്ടയിൽ ഉണ്ടായ ഒരു വെള്ളപ്പൊക്കം എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടാണ്. അത് അനുഭവിച്ച ഒരു വ്യക്തി പറഞ്ഞത്, അയാൾ താമസിച്ചുകൊണ്ടിരുന്ന മുറിയിൽ രാത്രി ഏതാണ്ട് 1:30 മണിയോടുകൂടി വെള്ളം കയറാൻ തുടങ്ങി. 1 മണിക്കൂർ കൊണ്ട് സീലിംഗ് ഫാനിന്റെ മുകളിൽ വെള്ളം എത്തിയതാണ്. 1 മണിക്കൂർ കൊണ്ട് ഏതാണ്ട് 10 അടിയോളം ആ മുറിയിൽ വെള്ളം കയറി. അത് അത്ര പെട്ടെന്നാണ് വെള്ളപ്പൊക്കം വന്നത്. അതുപോലെയുള്ള മഴ ഒരു 8-9 മണിക്കൂറൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഥിതിവിശേഷം സംഭവിക്കാം. അത് അസാധ്യമായ കാര്യമൊന്നുമല്ല. ഭൂകമ്പം പോലെ പ്രോബബിലിറ്റി കുറഞ്ഞ ഒരു കാര്യമല്ല ഇത്. അതിനേക്കാൾ വളരെയേറെ പ്രോബബിലിറ്റി ഉള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരം മഴയൊക്കെ കൂടുതൽ സാധാരണമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ.
ഇനി രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഭൂകമ്പമാണ്. ആ മേഖലയിൽ സാമാന്യം വലിയ ഒരു റിക്ടർ സ്കെയിലിൽ 4.5 ഒക്കെ വന്നാൽ, ഞാൻ ഭൂകമ്പ വിദഗ്ധനൊന്നുമല്ല, എന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത്. ആ നിലവാരത്തിലുള്ള ഒരു ഭൂകമ്പം ഉണ്ടായാൽ ഈ ഡാം തകരും എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അത് കുറേയൊക്കെ ശരിയായിരിക്കും. കാരണം 1885 പണിത ഒരു ഡാം, അത്രയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അന്ന് സാങ്കേതിക വിദ്യയൊന്നും ഇത്രയൊന്നും പുരോഗമിച്ചിട്ടില്ല. ശരിക്കും ഈ മുല്ലപ്പെരിയാർ പോലുള്ള ഡാമുകൾ പൊട്ടിയ ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. ഇതുപോലുള്ള ഡാമുകൾ പലതും മാറ്റി പണിതിട്ടുമുണ്ട് കാലാവധി പൂർത്തിയായതോടുകൂടി. മുല്ലപ്പെരിയാർ ഡാമിലെ 80% സുർക്കി മിശ്രിതവും ഒലിച്ചുപോയി എന്നാണല്ലോ പറയപ്പെടുന്നത്. എന്നിട്ടും മുല്ലപ്പെരിയാറിന് ഒരു കുഴപ്പവും വരില്ല എന്നാണ് ചിലർ വാദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ശരിക്കും മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാലുള്ള സ്ഥിതിവിശേഷം എന്തായിരിക്കും? മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാലുള്ള സ്ഥിതിവിശേഷം എന്താണെന്ന് കൃത്യമായി പറയണമെങ്കിൽ വളരെ വിശദമായ ഒരു ഡാം ബ്രേക്ക് അനാലിസിസ് ആവശ്യമുണ്ട്. അതായത് ഈ ഡാം പൊട്ടിയാൽ ഈ വെള്ളം എങ്ങോട്ട്, എത്ര വേഗത്തിൽ, എത്ര ഉയരത്തിൽ, എവിടെ, എന്ത് സ്പീഡിൽ എവിടെയൊക്കെ എത്തും എന്നുള്ളതാണ് ഈ ഡാം ബ്രേക്ക് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യാൻ ടെക്നോളജിയും മോഡലിംഗ് വഴി അതെല്ലാം മനസ്സിലാക്കാനും കഴിവുള്ള നിരവധി ഹൈഡ്രോളിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മോഡലിംഗ് സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അത്തരം ഒരു വിദഗ്ധ ഏജൻസിയെ കൊണ്ട് ഔദ്യോഗികമായി തന്നെ കേരള ഗവൺമെന്റ് ഒരു പഠനം നടത്തിയാലേ അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തത ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിലവിൽ 2 ഡാം ബ്രേക്ക് അനാലിസിസ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അതായത് ഒന്ന് വിശാഖപട്ടണം യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ശിവാജി റാവു ചെയ്തതും മറ്റൊന്ന് കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജ് ചെയ്തതുമാണ്. അപ്പോൾ ആ ഡാം ബ്രേക്ക് അനാലിസിസ് പറയുന്നത് കോതമംഗലത്ത് ഏതാണ്ട് 40 അടി ഉയരത്തിൽ വെള്ളം വരും, എറണാകുളത്ത് ഏതാണ്ട് 15 അടി ഉയരത്തിൽ വെള്ളം വരും എന്നൊക്കെയാണ് ആ രേഖകളിൽ കാണുന്നത്. അതായത് 35 ലക്ഷം ആളുകൾ മരിക്കുമെന്നാണ് അതിലൊരു പഠനത്തിൽ പറയുന്നത്, ഡാം ബ്രേക്ക് അനാലിസിസ് പറയുന്നത്. പക്ഷെ ആ ഡാം ബ്രേക്ക് അനാലിസിസ് ഒന്നും ഫുൾ പ്രൂഫ് അല്ല, വലിയ വൈദഗ്ധ്യത്തോടുകൂടി ചെയ്തതാണെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഏജൻസി ഈ വിഷയം ഏൽപ്പിച്ച് അതിൻ്റെ പഠിച്ച് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ ദുരന്തം എന്തുമാത്രം വരും എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ വളരെ വലിയ ദുരന്തമായിരിക്കും ഉണ്ടാവുക, അതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. ഈ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള 2 റിപ്പോർട്ടുകൾ അത് തന്നെയാണ് പറയുന്നത്. നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥാ മാറ്റം നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നില്ല. നിമിഷ നേരം കൊണ്ട് അതിതീവ്ര മഴ പെയ്യുന്നു, വിസ്ഫോടനം സംഭവിക്കുന്നു. ഇതെല്ലാം മുല്ലപ്പെരിയാറിന് വലിയ ഭീഷണിയായി മാറുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ പരമാവധി ജീവൻ സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാനാകും? പൊട്ടാതിരിക്കട്ടെ, ഒരു അത്യാഹിതവും സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം. എങ്കിൽ കൂടി എല്ലാത്തിനും ഒരു ബി പ്ലാൻ ഉണ്ടാകണമല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചത്. അതെ, ഇത് ഞാൻ മുമ്പ് പറഞ്ഞ ഡാം ബ്രേക്ക് അനാലിസിസിലേക്ക് തന്നെ നമ്മൾ ഒരു വട്ടം കൂടി തിരിച്ചു വരേണ്ടി വരും. ആ ഡാം ബ്രേക്ക് അനാലിസിസ് നടത്തിയാൽ നമുക്കറിയാൻ സാധിക്കും മുങ്ങാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണ്. അതായത് മലമുകളിൽ ഏതൊക്കെ മലകളിലാണ് മുങ്ങിപ്പോകാതിരിക്കാൻ സാധ്യതയുള്ളത്. അങ്ങനെ എല്ലാ പ്രദേശത്തും കുറേയൊക്കെ ഉയർന്ന സ്ഥലങ്ങൾ ഉണ്ടാവും. ആ സ്ഥലങ്ങൾ മുൻകൂട്ടി ഐഡന്റിഫൈ ചെയ്യുക. ഒരു ദുരന്തമുണ്ടായാൽ ആളുകൾ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു അവയർനെസ് ക്രിയേഷൻ നടത്തുക. അതുവഴി പരമാവധി ജീവൻ നമുക്ക് രക്ഷിക്കാനാകും. എല്ലാ പ്രദേശങ്ങളിലും കുറേയൊക്കെ ഉയർന്ന കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ഉയർന്ന മലകൾ ഉണ്ടാവും, തീരപ്രദേശം ഒഴികെ മറ്റ് സ്ഥലങ്ങളിൽ. അങ്ങനെ വലിയൊരളവിൽ നമുക്ക് ജീവൻ രക്ഷിക്കാനാകും. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായാൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ ആളുകൾ വലയുകയേ ചെയ്യുള്ളൂ. അപ്പോൾ പോകേണ്ട സ്ഥലം ഏതാണ് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കി ഐഡന്റിഫൈ ചെയ്ത് ആളുകൾക്ക് അതിനെക്കുറിച്ച് അവബോധം ഉണ്ടാക്കിയാൽ തീർച്ചയായും ആയിരക്കണക്കിന് അല്ലെങ്കിൽ ഒരുപക്ഷെ 10,000-കണക്കിന് ജീവൻ നമുക്ക് രക്ഷിക്കാനാകും. അത് ഒന്നാണ്. മറ്റൊന്ന്, അത് വളരെ വിഷമം പിടിച്ച ഒരു കാര്യമാണ് പറയാനായിട്ട്. പക്ഷെ ഇങ്ങനെയുള്ള വെള്ളം വലിയ ഒഴുക്കില്ലാതെ വരുന്ന കുറെ കൂടി സമതലങ്ങളിലേക്ക് എത്തുമ്പോൾ ആ ഒഴുക്കിന്റെ ശക്തി കുറയും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ ഒരു ഫ്ലോട്ടോ മറ്റോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സാധിക്കും.
അങ്ങനെ ജീവൻ രക്ഷിക്കാൻ ഒരു സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ വീടുകളിലും പ്ലോട്ട് വാങ്ങി വെക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഒരു മാർഗം എന്ന നിലയിൽ, അതുപോലെ വള്ളമുള്ളവർ വള്ളത്തിൽ കയറിയിരുന്നാൽ, ബോട്ടിൽ അകത്തിരുന്നാൽ ഒക്കെ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. സമതലങ്ങൾ വരുമ്പോൾ ഈ വെള്ളത്തിന്റെ ഒഴുക്ക് കുറവായിരിക്കും, അപ്പോൾ അത് തകർന്നു പോകാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് കയറി രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഉള്ളത്. സാർ, മറ്റൊരു കാര്യമുള്ളത്, ഈ മുല്ലപ്പെരിയാർ പ്രശ്ന പരിഹാരവുമായി ബന്ധപ്പെട്ട് ഉയർത്തി കാണിക്കപ്പെടുന്ന പുതിയ ഡാം, 50 അടിയിൽ ടണൽ എന്നീ പരിഹാര മാർഗങ്ങളെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഈ പുതിയ ടണൽ എന്നത് ഒരു ആശയം എന്ന നിലയിൽ നമുക്ക് ആകർഷകമായി തോന്നാം. പക്ഷേ അതിൻ്റെ പ്രായോഗികമായ വശങ്ങൾ കാര്യമായ രീതിയിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉദാഹരണത്തിന്, ആ ടണല് വന്നാൽ ജലനിരപ്പ് എത്ര അടി ആയിരിക്കും? അതിന് മുകളിൽ ജലം വന്നു കഴിഞ്ഞാൽ അത് ഒഴുക്കിക്കളയാൻ സ്പിൽവേ ഉണ്ടോ? അത് നിർമ്മിക്കുമോ? 50 അടിയിൽ ടണൽ എന്ന് പറയുന്നു. ശരി, 50 അടിയിൽ വന്നു എന്നിരിക്കട്ടെ. ഈ ടണലിന് ഒരു വ്യാസമുണ്ട്, ഒരു ഡയമീറ്റർ ഉണ്ട്. ആ ഡയമീറ്റർ എത്രയാണെന്ന് ആരെങ്കിലും കണക്ക് കൂട്ടിയിട്ടുണ്ടോ? ഒരു ചെറിയ കണക്ക് വെച്ചാണെങ്കിൽ ഈ ടണലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാറിലെ വരുന്ന വെള്ളം മുഴുവൻ അപ്പോൾ തന്നെ ഒഴുക്കി തമിഴ്നാട്ടിലെത്തിക്കുക എന്നതാണ്. അതായത് നമ്മൾ ഇവിടെ ഒട്ടും സ്റ്റോർ ചെയ്യാതെ അത് മുഴുവൻ നേരെ തമിഴ്നാട്ടിലേക്ക് കടത്തുക എന്നാണ്. അതായത് വെള്ളപ്പൊക്ക സമയത്ത് വരുന്ന വെള്ളം, മുമ്പ് സൂചിപ്പിച്ച 2.2, അത് പീക്ക് ഫ്ലോ അല്ല, പീക്ക് ഫ്ലോ അതിനേക്കാൾ കൂടുതലാണ്. ആ പീക്ക് ഫ്ലോ മുഴുവനായും തമിഴ്നാട്ടിലേക്ക് ഒഴുകി പോകണമെങ്കിൽ ഈ ടണലിന് ഏതാണ്ട് 60 അടിയോളം ഡയമീറ്റർ വേണം. അപ്പോൾ 50 അടി നിരപ്പിൽ നിന്ന് 60 അടി ഡയമീറ്ററും കൂടി ആയി കഴിയുമ്പോൾ തന്നെ 110 അടിയാകും. എന്ന് പറഞ്ഞാൽ ജലനിരപ്പ് 110 അടി നിൽക്കെ ഒരു ഭൂകമ്പത്തിൽ ഈ ഡാം പൊട്ടിയാൽ ഇതേ ദുരന്തം തന്നെയാണ് സംഭവിക്കുക. 142 അടിയിൽ പൊട്ടുന്നത് 110 അടിയിൽ പൊട്ടുന്നത് നമ്മൾ ദുരന്തത്തിന്റെ അളവിന് വലിയ വ്യത്യാസമില്ല. ആ വെള്ളം ഇടുക്കിയിൽ വന്ന് ഇടുക്കി ഓവർഫ്ലോ ചെയ്ത് ഇടുക്കിയും തകരുകയാണെങ്കിൽ രണ്ടും ഒരേ ഫലമാണ്. നമ്മുടെ റിസ്ക് നമ്മൾ മാറ്റുന്നില്ല. ഒരു സൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ റിസ്ക് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ അതൊരു സൊല്യൂഷൻ അല്ല. ആ റിസ്ക് അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഒരു സൊല്യൂഷൻ, കുറച്ചൊക്കെ ആശ്വാസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞുള്ള ഒരു സൊല്യൂഷൻ ഒരിക്കലും ആക്സെപ്റ്റബിൾ അല്ല. അതൊരു കോംപ്രമൈസ് ആണ്. അതുപോലെ തന്നെ ഈ വെള്ളം തമിഴ്നാട്ടിൽ കൊണ്ടുപോയാൽ തമിഴ്നാട് അത് എവിടെ ശേഖരിക്കും എന്നതിനെക്കുറിച്ച് ആരും കാര്യമായി ചിന്തിച്ചിട്ടില്ല. അവരവിടെ കുളം കുഴിച്ച് അവിടെ ശേഖരിക്കുമെന്നൊക്കെ പറയുന്നത് അത് വളരെ ബാലിശമായ ഒരു സമീപനമാണ്. കാരണം ഒരു സിവിൽ എഞ്ചിനീയർ എന്നുള്ള നിലയിൽ ഞാൻ പറയാം, ഒരു ഡാമിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു വർഷം ആ പുഴയിലൂടെ വരുന്ന വെള്ളം മുഴുവൻ സംഭരിച്ചു വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു വർഷം മുഴുവൻ വരുന്ന വെള്ളം ശേഖരിക്കണമെങ്കിൽ ഈ ഡാമിന് ഈ പൊക്കം വേണം. അല്ലെങ്കിൽ അത് ഡാമിന്റെ പർപ്പസ് സെർവ് ചെയ്യുന്നില്ല. അവിടുന്ന് വെറുതെ തമിഴ്നാട്ടിലേക്ക് ഡൈവേർട്ട് ചെയ്താൽ ആ വെള്ളം അവർക്ക് ശേഖരിച്ച് വയ്ക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും തമിഴ്നാട് അതിന് സമ്മതിക്കുമെന്ന് വിചാരിക്കാൻ നിവൃത്തിയില്ല. അല്ലെങ്കിൽ തന്നെ സൗജന്യമായി വെള്ളം കിട്ടുമ്പോൾ അവരെന്തിനാണ് ഇത്രയും ചിലവുള്ള ഒരു കാര്യം, ഇത്രയും തലവേദനയുള്ള ഒരു കാര്യം? അത് തന്നെയല്ല, അവരുടെ വൈദ്യുതി ഉൽപാദനവും തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തിന് തമിഴ്നാട് ഇത് സഹിക്കണം എന്നുള്ള ഒരു ചോദ്യമാണ് അതിനെ സംബന്ധിച്ച് വരുന്നത്. പുതിയ ടണൽ, പുതിയ ഡാം എന്ന ആശയവും കേരളത്തിന്റെ താല്പര്യങ്ങൾക്കല്ല, അത് തമിഴ്നാടിന് വെള്ളം കൊടുക്കാൻ വേണ്ടി, തമിഴ്നാടിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സൊല്യൂഷനാണ്. ഈ ടണലും അത് തന്നെ. നമുക്ക് ഈ വെള്ളം വേണം, നമുക്കത് തമിഴ്നാടിന് കൊടുക്കാൻ സാധ്യമല്ല. കാരണം നമ്മുടെ വിദ്യുത് ശക്തി അത്രയും പരിതാപകരമായ നിലയിലാണ് വിദ്യുത് ശക്തി ഉൽപാദനം. അതുകൊണ്ട് നമ്മുടെ നിലനിൽപ്പിന്, പ്രത്യേകിച്ച് ഗ്രിഡിൽ നിന്നും വൈദ്യുതി ലഭിക്കാത്ത ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ട് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ ഈ 90 കോടി യൂണിറ്റ് വൈദ്യുതി നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് തമിഴ്നാടിന് ജലം കൊടുക്കുന്ന ഒരു സൊല്യൂഷനും നമുക്ക് സ്വീകാര്യമായി പറയാനാവില്ല. കേരളത്തിന്റെ താല്പര്യമാണ് കേരളം നോക്കേണ്ടത്.